ഹായ് ഹലോ നമസ്കാരം. ഇറ്റ്സ് ബിസിൻഷ് പാക്കേജ് ഫ്രം തിരൂർ. നാട്ടിൽ വന്നപ്പോൾ തൊട്ട് പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്തതുകൊണ്ട് എൻ്റെ ഉമ്മ റേഷൻ കടയിൽ പോകണമെങ്കിലും മധുഹൂത്ത് മേടിച്ച് തരാമെന്നും പറഞ്ഞ് എന്നെയും ബാക്കിൽ വെച്ച് പോകുന്ന അനിയനാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ. പകുതി വഴി എത്തിയപ്പോൾ തന്നെ വണ്ടി പണി തന്നിട്ടുണ്ട്. പുരുഷേട്ടോ, ഒരു വെടിക്കുള്ള ഉണ്ടാക്കാ തോക്കലുണ്ടാവൂല്ലേ? ആ നിറച്ച തോക്ക. ഒരുവിധം വണ്ടിയൊക്കെ ശരിയാക്കി വീണ്ടും റേഷൻ കടയിലോട്ട് കേട്ടോ. കുറേ ദിവസമായി ഞാൻ ശരിക്കും എൻ്റെ നാടൊക്കെ കണ്ടിട്ട്. പിന്നെ വന്നിട്ട് പിന്നെ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ടും ഇലക്ഷൻ പ്രചരണത്തിന്റെ ഗാനങ്ങൾ കൊണ്ടും നിൽക്കാനും ഇരിക്കാനും ഓർക്കാനും ഒന്നും പറ്റുന്നില്ല. വീണ്ടും റേഷൻ കടയിൽ ചെന്നപ്പോഴും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഒരു പരിസരം വിടാണ്ട് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുവിധം സാധനങ്ങളൊക്കെ അവൻ മേടിച്ചു കൂടുന്നുണ്ട്. എനിക്ക് പിന്നെ അവിടെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരെന്താ ചെയ്യുന്നത്, ബയോമെട്രിക് കറക്റ്റ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു എൻ്റെ ഡ്യൂട്ടി. സോ ഞാൻ ഈ ചൂടും കൊണ്ട് അവിടെ നിൽക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മധുഹൂത്ത് കഴിക്കാലോ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് കേട്ടോ. പറഞ്ഞ വാക്ക് അവൻ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. എന്നെയും കൂട്ടി തന്നെ പോയി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ കാര്യം കൊണ്ടാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ആ പൊരി വെയിലത്ത് അവൻ എന്നെ എന്തിനാ കൊണ്ടുപോയതെന്നുള്ള എനിക്ക് പിന്നെയാ മനസ്സിലായത്. ആ ചൂട് മധുഹൂത്ത് എൻ്റെ തലയിൽ കെട്ടി വെക്കാനായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. പറഞ്ഞത് അതുപോലെ തന്നെ ചെക്കൻ ചെയ്തിട്ടുണ്ട്. ആ മധുഹൂത്തും അത് വീട്ടിലെത്തിയപ്പോക്കെ എൻ്റെ കാലൊരു പരിവായിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ ആ ഫുഡ് അടിപൊളിയായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്രയുള്ളൂ. ബൈ.